ഏവരെയും പുതിയ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ കേരളത്തിലെ അൻവർ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നിലമ്പൂരിൽ അൻവർ എന്ന കൊലകമ്പൻ കാലനാകുമോ എന്ന അങ്കലാപ്പിലാണ് കോൺഗ്രസ് ഉള്ളത്. അഴിമതിയുടെ തലസ്ഥാനമായ പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിലുള്ള പ്രതിഷേധമാണ് അൻവറിന് പുറത്തേക്കുള്ള വഴി തെളിയാൻ കാരണം. അഴിമതിയും താൻ പോരുമയുമുള്ളവർക്ക് മാത്രമേ ഇടതുപക്ഷത്ത് സ്ഥാനമുള്ളൂ എന്ന് അൻവർ പുറത്തേക്ക് വന്നതിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിരിക്കുകയാണ്. അൻവറിന്റെ രാഷ്ട്രീയം മറ്റുള്ളവരെ പോലെ ഒരു വിശപ്പിന്റെയോ വയറ്റുപിഴപ്പിന്റെയോ ഭാഗമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അതിന് ഏറ്റവും നല്ല സ്ഥലം പിണറായി സർക്കാർ തന്നെയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങൾ എല്ലാവരെയും ആകർഷിച്ചിരുന്ന ആ പഴയ ഇമേജ് ഇപ്പോൾ പിണറായി സർക്കാരിനില്ല. പഴയ പട്ടിണിക്കാലത്തിന്റെ തൊഴിലാളിത്തം പാർട്ടി ഓഫീസുകളിലെ ചവറ്റുകൂനയിലേക്ക് വലിച്ചെറിഞ്ഞ് മുതലാളിത്തത്തിന്റെ ആഡംബരത്തിന്റെ നെറുകയിലാണ് ഇപ്പോൾ പാർട്ടി ഉള്ളത് എന്ന് എല്ലാവരും പരക്കെ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. RSSനും BJPക്കും അക്രമത്തിനും വർഗീയതയ്ക്കും കൂടുതൽ സ്വാതന്ത്ര്യം കേരളത്തിൽ അനുവദിച്ചുകൊണ്ടാണ് പിണറായി സർക്കാർ അഴിമതിയെ വെളുപ്പിച്ചെടുക്കുന്നതും തേച്ചു മായ്ച്ചു കളയുകയും ചെയ്യുന്നത്. ഇക്കാര്യം ജനങ്ങളിൽ എത്തിച്ച അൻവറിനെ കടുത്ത പകയോടെ തൻ്റെ ഇടതുപക്ഷ സർക്കാരിൽ നിന്നും പുറത്താക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നും പിണറായിയുടെ മുന്നിലില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ അധികാരങ്ങൾ വിട്ടൊഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ അൻവർ കൂടുതൽ അപകടകാരിയാവുകയാണ് ഉണ്ടായത്. പിണറായിസത്തിന്റെ ഉള്ളിലുള്ള ചക്രവർത്തിത്വത്തിന്റെ സകല വിഴുപ്പും ഇയാൾ വലിച്ചു പുറത്തേക്കിട്ടു. ഇതിനൊന്നും മറുപടി പറയാതെ തലകുനിച്ചിരിക്കുന്ന പിണറായിക്ക് മൂന്നാമതൊരു വിജയപ്രതീക്ഷ അസ്തമിക്കുന്നിടത്താണ് കേരളത്തിൽ കോൺഗ്രസിന്റെ വിജയപ്രതീക്ഷ ഉദിക്കുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കണം. വെറുതെ കൈയും കെട്ടിയിരുന്നാൽ പോലും ജയിക്കുമെന്നൊരു ആത്മവിശ്വാസമാണ് അൻവർ ഇടതുപക്ഷത്തിനെതിരെ ആരോപണങ്ങൾ ഉയർത്തിവിട്ടതിലൂടെ കോൺഗ്രസിനുണ്ടായത്. ഈ ആത്മവിശ്വാസത്തിൽ 10 കൊല്ലമായി ചുരുട്ടിക്കൂട്ടി മൂലയിലേക്ക് വലിച്ചെറിഞ്ഞിരുന്ന മുഷിഞ്ഞ കതർ അലക്കി പശ മുക്കിയെടുത്ത് തേച്ചു മിനുക്കി കോൺഗ്രസുകാർ വീണ്ടും എടുത്തണിഞ്ഞ് അതുവരെ തമ്മിൽ തല്ലും പാർട്ടിയിലെ അധികാര തർക്കങ്ങളുമായി കഴിഞ്ഞിരുന്ന കോൺഗ്രസിന്റെ തലമൂത്ത നേതാക്കൾ പോലും അൻവർ ജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ അതേ പിണറായിസത്തിന്റെ ചീഞ്ഞ മുഖങ്ങളുടെ വിഷയങ്ങൾ മാത്രം ചൂണ്ടിക്കാട്ടി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചാണ് കേരളത്തിൽ കോൺഗ്രസ് ഉണ്ട് എന്ന് തന്നെ അവർ തെളിയിക്കുന്നത്. ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ ഏറ്റവും നല്ല പോരാളി അൻവർ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയാണ് കോൺഗ്രസിലെ വലിയൊരു വിഭാഗം അൻവർ കോൺഗ്രസിൽ എത്തണം എന്ന് ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവായ VD സതീശന്റെ താൻ പൊരുമിക്ക് അൻവർ വെല്ലുവിളിയാവും എന്ന ഭയമാണ് അൻവർ തൽക്കാലം പുറത്തു നിൽക്കട്ടെ എന്ന് സതീശനെ കൊണ്ട് പറയിക്കുന്നത്. എന്നാൽ VD സതീശൻ അറിയാത്തത് അൻവർ ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ്. കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തിയാണ് അൻവർ. തൃണമൂൽ കോൺഗ്രസിനെ കേന്ദ്രത്തിൽ 29 MPമാരും രാജ്യസഭയിൽ 13 പേരുമുള്ള മൂന്നാമത്തെ വലിയൊരു കക്ഷിയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കേരളത്തിൽ ഒറ്റയ്ക്ക് നിന്ന് പ്രാദേശിക രാഷ്ട്രീയത്തിൻ്റെതായ ഒരു പുതിയ പാർട്ടി കെട്ടിപ്പടുക്കുക എന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അതാണ് അൻവർ ഇന്ന് സാധിപ്പിച്ചെടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്ന് അൻവറിനൊപ്പമുള്ളത്. മറ്റു പാർട്ടികളിൽ പ്രവർത്തിച്ചിരുന്ന കൃത്യമായ രാഷ്ട്രീയ പരിചയമുള്ളവരാണ് അൻവറിന്റെ ഒപ്പം സഞ്ചരിക്കുന്നവരിൽ ഏറെയുമുള്ളത്. വലിയ പ്രകടനങ്ങളും പൊതുസമ്മേളനങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ശക്തി തെളിയിക്കണം എന്ന് പാർട്ടി കമ്മിറ്റികളിൽ എല്ലാവരും അഭ്യർത്ഥിച്ചിട്ടും അതൊരു വമ്പൻ ശക്തി പ്രകടനമായിരിക്കണം എന്ന നിർബന്ധത്തിൽ ഈ ആവശ്യത്തെ അൻവർ ഇപ്പോൾ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. മമതാ ബാനർജി മാത്രമല്ല, അഭിഷേക് ബാനർജി അതുപോലെ അവരുടെ പാർട്ടിയിലുള്ള വലിയ മുതിർന്ന നേതാക്കളെ മുഴുവൻ കേരളത്തിലെത്തിച്ച് വലിയൊരു പ്രോഗ്രാമായി നടത്താനാണ് അൻവർ ലക്ഷ്യമിടുന്നത്. അതിലൂടെ കൂടുതൽ ആളുകൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് കടന്നു വരും എന്ന് അൻവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അൻവറിന്റെ നിലപാടുകൾക്കൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ അയാൾ പറയുന്നതെല്ലാം സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട്. എല്ലാവരും പാർട്ടിയിൽ ചേരണമെന്നൊന്നുമില്ല, അവരുടെ വോട്ട് മതിയാവുമല്ലോ. അതാണ് അൻവറിന്റെ പ്രതീക്ഷ. അൻവർ പാർട്ടി കമ്മിറ്റികളിൽ പറയുന്നതും അത് തന്നെയാണ്. നമുക്ക് ഇവരുടെ വോട്ടാണ് ആവശ്യം. കാരണം അൻവറിന്റെ സത്യസന്ധതയെ ഇവരെല്ലാവരും മാനിക്കുന്നുണ്ട്. അൻവർ ഒരു അധികാരമോഹിയല്ല എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾക്ക് ഈ ഇടതുപക്ഷത്തിനൊപ്പം തന്നെ നിന്നാൽ പോലെ. ഒരു ആവശ്യമില്ലാതിരിക്കുന്ന ഒരു അവസരത്തിലാണ് ഈ അൻവർ തൻ്റെ സ്ഥാനമാനങ്ങൾ വലിച്ചെറിയാൻ കാരണമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അൻവർ തന്നെ പല വേദികളിലും അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല.
ഇക്കാര്യങ്ങളൊക്കെ കോൺഗ്രസിന് അറിയാവുന്നത് കൊണ്ടാണ് കോൺഗ്രസ് അൻവറിനെ പാർട്ടിയിലെടുക്കാം എന്നൊരു തീരുമാനത്തിലെത്തുന്നത്. എന്നാൽ ഇപ്പോൾ തൽക്കാലം പാർട്ടിയിലെടുക്കാതെ പാർട്ടിക്ക് പുറത്ത് നിർത്തിക്കൊണ്ട് അൻവറിന്റെ ഈ വളർച്ചയെ നിലമ്പൂരിൽ മുതലെടുക്കാം എന്ന കോൺഗ്രസിന്റെ വ്യാമോഹത്തെ ഒരു പടി കൂടി കടന്ന് അൻവർ മലർത്തിയടിച്ചിരിക്കുകയാണ്. കൃത്യമായ രാഷ്ട്രീയം അറിയാവുന്ന അൻവർ കോൺഗ്രസിനൊപ്പം തന്റെ പാർട്ടിയെ കൂടി ഉൾപ്പെടുത്തിയിട്ട് മാത്രം മതി മറ്റ് രാഷ്ട്രീയ സഹകരണം എന്ന നിലപാടെടുത്തപ്പോൾ കോൺഗ്രസ് ശരിക്കും അങ്കലാപ്പിലാവുകയാണ് ഉണ്ടായത്. നിങ്ങളങ്ങനെ എന്നെ എടുത്തില്ലെങ്കിൽ ഞാൻ സ്വതന്ത്രമായി തന്നെ മത്സരിക്കും, നിങ്ങൾക്ക് വലിയ ക്ഷീണമാകും എന്ന് പരസ്യമായി അൻവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നിലമ്പൂരിലെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന് ജയസാധ്യതയില്ല എന്ന് അൻവർ പറഞ്ഞത് അയാൾക്ക് വേണ്ടിയല്ല, അത് കോൺഗ്രസിന് വേണ്ടി മാത്രമാണ്. വേണമെങ്കിൽ അത് തുറന്ന് പറയാതെ കോൺഗ്രസിനെ സുഖിപ്പിച്ചുകൊണ്ട് തന്നെ അൻവറിന് ഘടകകക്ഷിയായി അവർക്കൊപ്പം കയർ കൂടാൻ കഴിയും. എന്നാൽ തൻ്റെ രാഷ്ട്രീയ നിലപാടുകളിലെ സത്യസന്ധത മാത്രമാണ് അൻവറിനെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്. തലമൂത്ത പഴയ കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദിന് ജനസമ്മതി ഉണ്ടായിരുന്നിരിക്കാം. അദ്ദേഹം പലതവണ ഈ നിലമ്പൂരിൽ ജയിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇന്ന് ആര്യാടൻ മുഹമ്മദ് ഇല്ല, അദ്ദേഹം മരണപ്പെട്ടു. എന്നാൽ ഈ ആര്യാടൻ മുഹമ്മദ് ഉണ്ടായിരുന്ന ആ ജനസമ്മതി ആര്യാടൻ ഷൗക്കത്തിനില്ല എന്ന് മനസ്സിലാക്കുന്നത് ഇടതുപക്ഷ സ്വതന്ത്രനായ ഇതേ അൻവറിനോട് തന്നെ ആര്യാടൻ ഷൗക്കത്ത് കഴിഞ്ഞതിൻ്റെ മുൻപത്തെ തവണ തോൽക്കുന്നതിലൂടെയാണ്. വീണ്ടും അതേ ഷൗക്കത്തിനെ തന്നെ പിന്തുണയ്ക്കാൻ അൻവറിനെ നിർബന്ധിക്കുമ്പോൾ ഇയാളെ ജയിപ്പിച്ചെടുക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും അൻവറിൻ്റെ മേൽ വന്നു വീഴുന്നത് കൊണ്ടാണ് തൻ്റെ പാർട്ടിയെ ഒപ്പം കൂട്ടണമെന്ന അൻവർ ന്യായമായ ആവശ്യം ഉന്നയിക്കുന്നത്. ഈ കോൺഗ്രസിനൊപ്പം തന്നെ സഹകരിപ്പിച്ചില്ലെങ്കിൽ താൻ തന്നെ നേരിട്ട് അംഗത്തിനിറങ്ങും എന്ന് അൻവർ പറയുമ്പോൾ അത് കോൺഗ്രസ് നിലമ്പൂർ മറന്നേക്കൂ എന്നുള്ള ഒരു ഭീഷണി തന്നെയാണ്. ഇനി ഒരിക്കലും കോൺഗ്രസ് നിലമ്പൂരിൽ ജയിക്കാൻ അൻവർ അനുവദിക്കില്ല എന്നുള്ളതാണ് സത്യം. അൻവർ വെറുതെ പറയുന്ന ഒരാളല്ലെന്ന് കോൺഗ്രസിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ഒരു പുനർചിന്തയ്ക്ക് തയ്യാറാവുന്നതായി കാണാൻ കഴിയും. അൻവർ പാർട്ടിയിലെത്തുന്നതോടെ മലബാർ മേഖലയിലെ അദ്ദേഹത്തിൻ്റെ മുഴുവൻ സ്വാധീനവും പ്രയോജനപ്പെടുത്തി വലിയൊരു നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് കോൺഗ്രസിന് നന്നായി തന്നെ അറിയാം. എന്നാൽ കോൺഗ്രസിൽ തന്നെ ആരൊക്കെയോ ഈ അൻവറിനെ ഭയപ്പെടുന്നുണ്ട്. ആ ഭയം തന്നെയാണ് അൻവറിൻ്റെ വളർച്ചയെ സഹായിക്കുന്നതും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.